ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ടർബോയുടെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കാം. 1087ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 1,88,500 മുകളിൽ ആളുകൾ കാണുകയും 57% ഒക്യുപ്പൻസി കാണിച്ചിരിക്കുന്നത്. 36ഓളം ഹൗസ്ഫുൾ ഷോകളും 133ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് 2,81,00,000 സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു 40% ഇടിവാണ് ഇന്നലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അതായത് ഫൈനൽ കളക്ഷനായി പ്രവചിക്കപ്പെടുന്നത് 3,59,00,000 രൂപയോളം ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്നും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആദ്യ റിലീസ് ദിവസത്തേക്കാൾ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇടിവുണ്ടാകുമെന്ന് നമുക്കറിയാം. നാളെ ശനിയും ഞായറും വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ആദ്യ ദിവസത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ് എപ്പോഴും പ്രതീക്ഷിക്കാറുള്ളത്. എന്തായാലും ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 8 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ സിനിമ വേൾഡ് വൈഡായിട്ട് 17.5 കോടിയോളമാണ് നേടിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് മാത്രമായി 6 കോടിക്ക് മുകളിലും ഇന്ത്യയിൽ നിന്ന് മാത്രമായി 8 കോടിക്ക് അടുത്തുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 8 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നതും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിസൾട്ട്. ഇന്ന് GCC രാജ്യങ്ങളിൽ മികച്ച കളക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഡബിൾ കളക്ഷൻ ഇന്ന് വരും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് അവധി ദിനവും കൂടി ആയതുകൊണ്ട് അവിടെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതും, ഇതിനോടകം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു പേര് വരികയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം കാണാൻ തിയേറ്ററിൽ പോയവരെല്ലാം കൈയടിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ, അല്ലെങ്കിൽ മലയാളി നടന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ തന്നെയാണ്. 73 വയസ്സുള്ള മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ഈ സിനിമ. നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോ സെഷനുമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗ്രേറ്റ് മീഡിയാസ്.